ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. വെൽക്കം ടു ന്യൂ വീഡിയോ. എൻ്റെ പേര് സത്യനാരായണൻ എന്നാണ്, സ്വദേശം കാസർഗോഡാണ്. ഞാൻ ഇന്ന് ഒരു ഡിഫറെൻ്റ് ആയ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. അതായത് ഒരാൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു വിചാരിച്ചു, ആ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഫെയിൽഡ് ആയി എന്ന് വിചാരിച്ചു. ഫെയിൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച റിസൾട്ട് അല്ല, റിസൾട്ട് വന്നില്ല, അല്ലെങ്കിൽ വന്ന റിസൾട്ട് എങ്ങനെ നമ്മുടെ ഡോണർ നല്ലതായിരുന്നു പക്ഷേ റിസൾട്ട് നല്ലതല്ല, വളരെ മോശമായ റിസൾട്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യണം? നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. ആക്ച്വലി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഫെയിൽഡ് ആയ ആൾക്കാർ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഈ വീഡിയോ. അതേപോലെ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കും ഫെയിൽ ആവാതിരിക്കാൻ ഒന്ന് ആലോചിക്കാൻ പറ്റും. ഓക്കെ, ആക്ച്വലി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഫ്രണ്ട് ഏരിയ, നമ്മൾ ഒരു ഫ്രണ്ട് മിഡിൽ ഏരിയയിൽ ഏകദേശം ഒരു വർഷം വരെ ആകുമ്പോൾ നമുക്ക് ഫുൾ റിസൾട്ട് വരാം. അതായത് 12 മാസം. ഓക്കെ, അല്ല നിങ്ങൾ 12 മാസം നിങ്ങൾക്ക് റിസൾട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ വെയിറ്റ് ഫോർ 2 to 3 months മോർ. ഓക്കെ, നോക്കാം. അതേപോലെ ക്രൗൺ ഏരിയയിൽ ചില ആൾക്കാർക്ക് ഒരു വർഷത്തെ റിസൾട്ട് വരുന്നത്, ചില ആൾക്കാർക്ക് 1.5 വർഷമൊക്കെ എടുക്കാറുണ്ട്. കാരണം അവിടെ സർക്കുലേഷൻ കുറവുള്ള ഒരു ഏരിയ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. ആൻഡ് അവിടെ നിങ്ങളിപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് റിസൾട്ട് വന്നില്ല വിചാരിക്കാം, ട്രാൻസ്പ്ലാന്റ് നല്ല രീതിയിൽ ചെയ്തിട്ട് റിസൾട്ട് വന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ക്ലിനിക്കിലോട്ടൊന്ന് പോവാം. പോയിട്ട് അവിടെ നിങ്ങൾ ആരാ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ആ ഡോക്ടറെ ഒന്ന് സംസാരിക്കുക. അവിടുത്തെ സംസാരിച്ചിട്ട് അവരൊരു ട്രൈക്കോസ്കോപ്പ് എന്നൊരു മെഷീനുണ്ട്. ട്രൈക്കോസ്കോപ്പ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, സ്കിന്നിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ റൂട്ട് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. ആ റൂട്ട് നിങ്ങളൊന്ന് കാണിക്കാൻ പറയണം കേട്ടോ. അവരിങ്ങനെ എടുക്കുന്നത് നിങ്ങൾ അവരുടെ സ്ക്രീനിൽ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടി പറയണം, ഇത് സ്ട്രെങ്ത് ഉണ്ടോ. അപ്പം എന്തുകൊണ്ടാണ് റിസൾട്ട് വരാത്തത് എന്നൊരു അനലൈസ് അവിടെ നടത്തണം. ഒന്നെങ്കിൽ ഇതിൻ്റെ മെഡിസിൻ ചിലപ്പോൾ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ വേറെ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമുണ്ടോ, അല്ല അവിടെ റൂട്ട്സ് എല്ലാം നശിച്ച് പോയിട്ടുണ്ടോ. ഇപ്പം നശിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തൊരു കാര്യമില്ല. ആ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഡോക്ടറോ അല്ലെങ്കിൽ അവരുടെ ടീമിന് എന്തോ മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് വന്നില്ല. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് ഫെയിലായി എന്നൊരു അനലൈസ് നമ്മൾ നടത്തണം, നമ്മളതായ രീതിയിലും ആൻഡ് ക്ലിനിക്കിൻ്റെ ഡോക്ടറെ ഡിസ്കസ് ചെയ്തിട്ട്. കാരണം ചില ആൾക്കാർ ചെയ്യുന്നൊരു കാര്യം, നമ്മളിപ്പോൾ ഒരു 6 മാസം ഒരു ആദ്യത്തെ മെഡിസിൻസ് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇവർ സഡൻലി 6 മാസം കംപ്ലീറ്റ് മെഡിസിൻസ് നിർത്തും. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് മുടികളുടെ ഇടയിലായിരിക്കാം. അപ്പോൾ നിങ്ങൾ 6 മാസമാകുമ്പോൾ മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ നല്ലൊരു തിക്നെസ്സസ് ഒക്കെ വന്നു, മെഡിസിൻ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഈ എക്സിസ്റ്റിംഗ് ഹെയർ കൊഴിഞ്ഞു പോവാം. ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയറിന് ഒരു തിന്നിങ് വരാം, പക്ഷേ എക്സിസ്റ്റിംഗ് ഹെയർ ആയിരിക്കാം കൊഴിഞ്ഞു പോയത്. അപ്പോൾ നമ്മൾക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയർ ആണോ എക്സിസ്റ്റിംഗ് ഹെയർ ആണോ കൊഴിഞ്ഞു പോയത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അവിടുത്തെ ആരാണ് ഡോക്ടർ ഇൻചാർജ് അവരെ ഒന്ന് സംസാരിച്ചിട്ട് അവരെ ബന്ധപ്പെട്ടിട്ട് ഡോസേജ് കൂട്ടുകയോ കുറയ്ക്കുകയോ സ്റ്റോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാതിരിക്കുകയോ ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ നിങ്ങൾ തോന്നിയ പോലെ ചെയ്യരുത്. പല ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്ക്, എസ്പെഷ്യലി ഗൾഫിൻ്റെ ആൾക്കാർ, ദുബൈയിൽ അല്ലെങ്കിൽ ഗൾഫിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലോ ഇന്ത്യൻ പുറത്തുള്ള ആൾക്കാർ, ഇവരെന്ത് ചെയ്യും, ഇവർ മെഡിസിൻസ് കൊണ്ടുപോകില്ല. ഈ മെഡിസിൻസ് അവിടെ കിട്ടില്ല, ഭൂരിഭാഗം മെഡിസിൻസ് അവിടെ കിട്ടില്ല. അവിടെ കിട്ടുന്ന ഒന്നെങ്കിൽ കോമ്പിനേഷൻ വേറെ ആയിരിക്കും, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഉണ്ടാവില്ല. സോ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരു സംഭവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അവിടെ ഒരു 6 മാസം സഡൻലി നിർത്തി കഴിഞ്ഞാൽ ഒരു തിന്നിങ് സംഭവിക്കുക അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ഇൻ ദ റിസൾട്ട് സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 1 വർഷത്തേക്കുള്ള മെഡിസിൻ എടുത്തുകൊണ്ട് പോകണം. ഈ മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയറിന് മാത്രമല്ല, എസ്പെഷ്യലി ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്ത ഹെയറിനാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയറിന് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നു, 100% കിട്ടും. നമ്മളിപ്പോൾ തലയിൽ ഒരു മിനോക്സിൽ അങ്ങനത്തെ സൊല്യൂഷൻ ഇടുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, നീ പോയിട്ട് ആക്ട് ചെയ്യേണ്ടത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്ത ഹെയറിന് മാത്രമെന്ന് പറയാൻ പറ്റില്ല. ടോട്ടൽ ഹെഡിൻ്റെ സർക്കുലേഷൻ കിട്ടും, ടോട്ടൽ ഹെഡിൻ്റെ ബെനിഫിറ്റ് കിട്ടും. ഓക്കെ, സോ അപ്പോൾ ഈ റിസൾട്ട് എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഫെയിലായി എന്ന് നമ്മൾ അനലൈസ് നടത്തണം. അതിനുശേഷം നമ്മൾ ഈ ട്രൈക്കോസ്കോപ്പ് നോക്കുകയാണ്, അവിടെ റൂട്ട് ഉണ്ടോ റൂട്ട് ഇല്ലേ, എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്ത ശേഷമേ ബാക്കി ചെയ്യാം. നെക്സ്റ്റ്, ഇൻ കേസ് അവിടെ റൂട്ട് ഇല്ല വിചാരിക്കാം, റൂട്ടില്ല അല്ല മൊത്തം നശിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവിടെ യു ക്യാൻ ഗോ ടു അനദർ സർജറി ചെയ്യുമ്പോൾ അവിടെ വലിയൊരു വില്ലൻ വരികയാണ് ഡോണർ ഏരിയ. കാരണം ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ഡോണർ നല്ലപോലെ എടുത്തിട്ടുണ്ടാവും, സെക്കൻഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഡോണർ അവർ ബാക്കി വെച്ചിട്ടുണ്ടോ നോക്കണം. പല ക്ലിനിക്കുകളും ചെയ്യുന്ന കാര്യം വെച്ചാൽ അവർ നല്ലപോലെ എടുക്കും. കാരണം നമ്മൾ ആദ്യം ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ഏരിയ പോലെയാണ്, കാരണം മാക്സിമം അവരെടുക്കും. കാരണം അവർക്ക് അറിയാം, അവർക്ക് പണി അറിയില്ല, അല്ലെങ്കിൽ സംതിങ് എത്തിക്സ് അല്ലാതെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ മാക്സിമം ഗ്രാഫ്റ്റുകളെ ഡാമേജ് ആക്കി കഴിഞ്ഞിരിക്കും. കാരണം അവരെടുത്ത് ചെയ്യും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് സിറ്റിംഗ് ചെയ്തൊരു വ്യക്തി സെക്കൻഡ് സിറ്റിംഗ് ചെയ്യാൻ അവിടെ പോവില്ല. അപ്പം മാക്സിമം എമൗണ്ട് അവർക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഗ്രാഫ്റ്റ് ചെയ്യണം. അവർ 5000-4000 എടുത്ത് കളഞ്ഞിരിക്കും, താടി നിന്നൊക്കെ എടുത്ത് കളഞ്ഞിരിക്കും. അങ്ങനത്തെ കേസ് നിങ്ങൾ സെക്കൻഡ് സെറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം സ്വന്തം ഗ്രാഫ്റ്റ് അല്ലാതെ വേറൊരു ഗ്രാഫ്റ്റിൽ നിന്ന് എടുത്ത് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ കേസിലാണ് ഭയങ്കരമായി നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത്. ഇൻ കേസ് സെക്കൻഡ് സെറ്റിംഗ് ചെയ്യാനുള്ള ഡോണർ ഏരിയ ഉണ്ടെങ്കിൽ
നിങ്ങൾക്കൊരു ചോയ്സ് എടുക്കുക. ഒന്നെങ്കിൽ ആ ക്ലിനിക്കിൽ ചെയ്യാൻ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഗോ ടു അതർ ക്ലിനിക്. നല്ല എക്സ്പീരിയൻസുള്ള ഡോക്ടേഴ്സിനോട് ചെയ്യിപ്പിക്കണം. ഇങ്ങനത്തെ കുറേ കേസുകൾ എന്നെ വിളിക്കാറുണ്ട്. എനിക്ക് പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. എസ്പെഷ്യലി ആക്ടർ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, നിങ്ങൾക്കറിയാം. വിഷ്ണു ഉണ്ണികൃഷ്ണൻ നിങ്ങൾക്ക് വളരെ ഫേമസാണ്. ഫുള്ളി ഫേമസ് ആണെങ്കിലും പുള്ളി 2 പ്രാവശ്യം പറ്റിക്കപ്പെട്ടു. 2 പ്രാവശ്യം. ആദ്യം ഒരു ക്ലിനിക്കിൽ ചെയ്തു, നല്ല എമൗണ്ട് വാങ്ങിച്ചിട്ട് ചെയ്തത്, ആൻഡ് അവർ കുളമാക്കി. സെക്കൻഡ് പുള്ളി വേറൊരു ക്ലിനിക്കിൽ ചെയ്തും, അതും കുളമായ ശേഷം എന്നെ വിളിക്കുന്നത്. അത് 3ാമത്തെ പ്രാവശ്യം എന്നെ വിളിക്കുന്നത്. ഇതൊന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ വളരെ വിഷമത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ കോൾ ഏറ്റെടുത്തത്. കാരണം ഒന്ന് ഫേമസ് സെലിബ്രിറ്റിയാണ്, ആൻഡ് 2 പ്രാവശ്യം പറ്റിക്കപ്പെട്ട ആളാണ്. ആൾക്ക് 3ാമത്തെ പ്രാവശ്യം ഒരാൾ തലവെച്ച് കൊടുക്കുമെന്നുണ്ടെങ്കിൽ ആൾക്ക് അത്ര തിങ്ക് ചെയ്യേണ്ടി വരുന്നത്. സോ പുള്ളിയുടെ കേസ് ചെയ്ത ഡോക്ടർ ഗജാനൻ ജാദവാണ്, എൻ്റെ സർജറി ഡോക്ടറാണ്. പുള്ളി വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഡോണർ ഏരിയ ഓരോ ഗ്രാഫ്റ്റുകളും നോക്കിയിട്ട് എല്ലാ ക്വാളിറ്റി നോക്കിയിട്ട് പുള്ളി ശരിയാക്കി കൊടുത്തു. ഞാൻ പറയട്ടെ, ഇത് ശരിയാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊരു അത്ഭുതമായൊരു കൈയായിരിക്കണം, 100%. ഇപ്പോൾ എൻ്റെ കേസ് തന്നെ, എൻ്റെ കേസ് നിങ്ങൾക്കറിയാം. എൻ്റെ ഡോണറിൻ്റെ ഫോട്ടോ കാണിക്കാം. ഈസി കേസല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഡോണർ വളരെ ലിമിറ്റഡാണ്. ഒരു ഗ്രാഫ്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് പുതിയ ഗ്രാഫ്റ്റ് കിട്ടില്ല, എനിക്ക് ഫുൾ കവറേജ് വേണം. സീ ദ മൈ റിസൾട്ട്സ്. ഇപ്പോൾ ഏകദേശം ഒരു 7 വർഷം ആവാൻ പോവാണ്. അപ്പം എൻ്റെ ഡോണറും അതേപോലത്തെ ആയിരുന്നു. സോ ഇത് വെരി ഇമ്പോർട്ടൻ്റ്, എസ്പെഷ്യലി 7 ഗ്രേഡ് 6 ഗ്രേഡ് അല്ലെങ്കിൽ ഡോണർ പോയ ആൾക്കാർ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ തേർഡ് സിറ്റിംഗ് ചെയ്ത് വെച്ചാൽ ചെറിയൊരു ഫില്ലിംഗ് പോലെ ചെയ്ത് ഹെയർ ഇറക്കിയില്ല. കാരണം ഗ്രാഫ്റ്റ് കിട്ടുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. ആൻഡ് കറക്റ്റായിട്ടുള്ള മെഡിസിൻസ് അതിനോടൊപ്പം ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ കൊടുത്തു. കാരണം ഇങ്ങനത്തെ കേസിൽ ട്രാൻസ്പ്ലാന്റ് മാത്രം പോരാ, ട്രീറ്റ്മെൻറ്റും മെഡിസിൻസും വേണ്ടി വരുന്നത്. കാരണം ഓൾറെഡി ഹെയർ ഡാമേജ് ആയിട്ടുണ്ട്. ആൻഡ് വീണ്ടും 4th സിറ്റിംഗ് വിഷ്ണുവിൻ്റെ ചെയ്തു. കാരണം ഹെയറിൽ കുറച്ച് ഇറക്കി ചെയ്തു. സോ ഇതാണ് വിഷ്ണുവിൻ്റെ ഇപ്പോഴത്തെ റിസൾട്ട് കിടക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറയുക, എക്സ്പീരിയൻസ് ആണ്. പക്ഷേ വിഷ്ണുവിന് ഡോണറിനെ കുറച്ച് ബാക്കി വെച്ചിട്ട് ഡോണർ കിട്ടിപ്പോയി. ഇൻ കേസ് ഡോണർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് വേറൊരു കാര്യം. ഡോണർ ഇല്ലയെന്ന് വെച്ചാൽ നമ്മളൊന്ന് മുകളിലോട്ട് നോക്കി ഇരിക്കണമെന്നല്ല, കരഞ്ഞുകൊണ്ടിരിക്കണോ അല്ലെങ്കിൽ അവർ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നല്ലാതെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് വളരെയധികം തിങ്ക് ചെയ്യുക. നമ്മളുടെ ഡോണറാണ്. നമ്മൾ ഒരാളുടെ ഒരു ക്ലിനിക്കിൽ പോയി സർജറി ചെയ്യുമ്പോൾ ഓഫറോ മാത്രം നോക്കി ചെയ്യരുത്. അല്ലെങ്കിൽ അൺലിമിറ്റഡ് ഗ്രാഫ്റ്റ്, വളരെയധികം ഒരു കോമഡിയാണത്. അൺലിമിറ്റഡ് ഗ്രാഫ്റ്റ് ഒരു കാരണവശാലും ഒരാളുടെ തലയിൽ നിന്ന് അൺലിമിറ്റഡ് ഗ്രാഫ്റ്റ് എടുക്കാൻ പറ്റത്തില്ല. ലിമിറ്റഡേ ഉള്ളൂ. നിങ്ങൾക്ക് ലിമിറ്റഡ് എടുക്കാൻ പറ്റുള്ളൂ. അൺലിമിറ്റഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കഷൻ്റെ ആവും. അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാലും അവർ ചെയ്യുന്ന എത്രയായിരിക്കും? 2000 3000, മാക്സിമം 4000. അതിനേക്കാളും കൂടുതൽ ഒരിക്കലും തലയുടെ ബാക്ക് സൈഡിന് എടുക്കത്തില്ല. പിന്നെ എന്തിനാണ് അൺലിമിറ്റഡ് എന്ന് പറയുന്നത്? അപ് ടു 4000 എന്ന് പറഞ്ഞാൽ പോരെ. അൺലിമിറ്റഡ് എന്ന് പറയുമ്പോൾ അതൊരു ടെല്ലിങ് സ്കില്ലാണ്. നമ്മൾ പെട്ടെന്നൊരു വീണ് പോകും. പിന്നെ 49,999 ഫുൾ ഹെഡ് ട്രാൻസ്പ്ലാന്റ്. 50,000 രൂപയല്ലേ ഉള്ളൂ, നമ്മൾ ചെയ്യും. പിന്നെയാണ് അതിൻ്റെ പണി അറിയുന്നത്. കാരണം ബിരിയാണി നിങ്ങൾക്ക് 50 രൂപക്ക് കിട്ടും, 200 രൂപക്ക് കിട്ടും. രണ്ടും ബിരിയാണി തന്നെയാണ്. അപ്പോൾ ആ ബിരിയാണി കഴിച്ചവർക്ക് അറിയാൻ വ്യത്യാസം എന്താണെന്ന് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഒരു ഷർട്ട് നിങ്ങൾക്ക് ഒരു 100 രൂപ 150 രൂപക്ക് റോഡ് സൈഡ് ഷർട്ട് കിട്ടും. കളറുണ്ട്, ബട്ടറുണ്ട്, എല്ലാം ഉണ്ട്. ഒരു നല്ലൊരു ഷർട്ടിന് ഒരു ലൂസ് ഫിലിപ്പോ അല്ലെങ്കിൽ ഒരു വാനോസൺ ഷർട്ട് ഒരു 1500 2000 രൂപ കൊടുക്കണം. എന്താണ് അതിൻ്റെ ക്വാളിറ്റി, ബ്രാൻഡ് എന്താണ്, അതിൻ്റെ നിങ്ങൾക്ക് യൂസ് ചെയ്തവർക്ക് അറിയാം. ഞാൻ കൂടുതൽ പറയുന്നില്ല. സോ അത് നമ്മൾ മനസ്സിൽ വെക്കുക. ഇത് നമ്മളെ തലയാണ്. വെറുതെ പോയിട്ട് ചാടി കയറി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതല്ല. ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ കുറച്ച് പ്രോട്ടോകോൾസ് നോക്കണം. ആ ക്ലിനിക്കിന് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഉണ്ടോ, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് റിസൾട്ട് കൊടുക്കാൻ അറിയോ, അവരുടെ റിസൾട്ട്സ് ഇപ്പോൾ ഷോ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. നെക്സ്റ്റ്, നിങ്ങൾക്ക് എങ്ങനെ ബന്ധപ്പെടാം? ഞാൻ ഈ ഒരു ഫീൽഡിൽ ഏകദേശം 7 വർഷമായി. ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ശേഷമാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. ഞാൻ ഒരു ക്ലിനിക്കിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് ഏത് ക്ലിനിക്കിലും പോവാം. ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഹെയർ ട്രാൻസ്പ്ലാന്റിനെയാണ്. ഞാൻ സർജറി ചെയ്ത ക്ലിനിക്കിനെ കുറിച്ച് നല്ലത് പറയും. കാരണം അവർ എൻ്റെ ജീവിതം തിരിച്ചു തന്ന ഒരാൾക്കാരാണ്. തീർച്ചയായിട്ടും അവരെ പറ്റി ഞാൻ നല്ലതേ പറയൂ. കാരണം ദേ ആർ ഡൺ ഗുഡ് ജോബ്. ഒരുപാട് ആൾക്കാർ, ഏകദേശം 10,000-ഓളം ആൾക്കാർ എനിക്ക് നേരിട്ടറിയാം. പല ആൾക്കാരുടെ കേസുകൾ കറക്ഷൻ ചെയ്ത് കൊടുത്തത് എനിക്കറിയാം. പല ആൾക്കാർ കേസുകൾ കറക്ഷൻ ചെയ്ത് കൊടുപ്പിച്ചിട്ടുണ്ട്. ഡോണർ വീക്കായ കേസുകൾ ചെയ്തിട്ടുണ്ട്. ആക്ടർ അനീഷ് രവിയുടെ ഡോണറൊക്കെ വളരെ ഖറാബ് ഡോണറായിരുന്നു, അതടക്കം ചെയ്തിട്ടുണ്ട്. സോ ഇത് റിസ്ക് കേസുകളാണ്. പല സാധാരണക്കാർ, ഞാൻ പറയുന്നത് ഇത് ആക്ടർ വിഷ്ണുവിൻ്റെ കാര്യം മാത്രമല്ല, ഓട്ടോ ഡ്രൈവർ അടക്കം. നിങ്ങൾ ചിന്തിച്ച ഒരു ആക്ടർക്ക് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാർ, ഒരു കൂലിപ്പണിക്കാരൻ, ഓട്ടോ ഡ്രൈവർക്ക് എങ്ങനെ ചെയ്ത് കൊടുക്കില്ല ആൾക്കാർ? അങ്ങനെ പറ്റിക്കപ്പെട്ട കുറേ ആൾക്കാർ നമ്മളുടെ ഇടയിലുണ്ട്. ഈവൻ ഒരു ഡിസ്ട്രിക്ട് കളക്ടർ എടുക്കും, അയാൾക്കടക്കം ഞാൻ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ എനിക്ക് അയച്ചു തരാം. തീർച്ചയായിട്ടും എനിക്ക് സമയം കിട്ടുമ്പോൾ എൻ്റെതായ ഒരു അനലൈസ് ഞാൻ പറഞ്ഞുതരാം. ഡോണർ ഏരിയ എങ്ങനെയുണ്ട്, അതേപോലെ സജഷൻസ് ഡോക്ടറോട് ചോദിച്ചിട്ട് അങ്ങനെയാണ് എൻ്റെതായ സജഷൻസ് തരാം. നിങ്ങൾക്ക് സജഷൻ തരാം. ഈ റൂട്ടിൽ നിങ്ങൾ പോയി നോക്കും,
100% സക്സസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുറേ ആൾക്കാർ സക്സസ് ആയിട്ടുണ്ട്. സക്സസ് ആയ ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ഇടുക വീഡിയോ അണ്ടറിൽ. ഓക്കെ, അപ്പം ഇത് ഈ രീതിയിൽ ബന്ധപ്പെടാം. അതേപോലെ തന്നെ ഇൻ കേസ് നിങ്ങൾ ഡോണർ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇയർ നിങ്ങൾ സർജറി ചെയ്ത മുടി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യരുത്. ഒരു ഡോക്ടറുടെ അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് പോകണം. മെഡിസിൻസോ ബാക്കി കാര്യങ്ങളോ ഒരു 6-7 മാസം ഉപയോഗിച്ച് നോക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് ഒന്നുകൂടി റിസൾട്ട്സ് എൻഹാൻസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നിങ്ങൾ സർജറി ചെയ്ത ഡോക്ടർമാരെ ഡിസ്കസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണും വിചാരിക്കുകയാണ്. ഒരുപാട് പോയിന്റ് ഞാൻ മിസ്സായിട്ടുണ്ടാവാം, അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അതേപോലെ തന്നെ ഫെയിൽഡ് ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്നൊരു സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ഒരു കാരണവശാൽ ഒരു ക്ലിനിക്കിനെയോ പേര് പറയില്ല. ഡോണ്ട് വരി, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഞാൻ ഇൻ കേസ് പേര് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിലെ പല വമ്പൻ ക്ലിനിക്കുകളും കൂട്ടിപ്പോകേണ്ട അവസ്ഥ വരും. പല ക്ലിനിക്കൽ സെലിബ്രിറ്റി ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, പല സെലിബ്രിറ്റിനെ കാണിക്കുന്ന ക്ലിനിക്കുകളുടെ ബാക്ക്ഗ്രൗണ്ടിലെ സ്റ്റോറീസ് എനിക്കറിയാം, പല റിസൾട്ട്സും അറിയാം, അവിടുത്തെ ഡോക്ടർമാരുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, അവരെന്തൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരു വ്യക്തി അയാളുടെ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തു. 2.5 ലക്ഷം രൂപ കൊടുത്തു. 2.5 ലക്ഷം രൂപ കൊടുത്തു, അയാൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അയാളിപ്പോൾ ഗൾഫിലാണ് ഉള്ളത്. ഗൾഫിലോട്ട് പോയി. അതിലിപ്പോൾ നാട്ടിലോട്ട് തിരിച്ച് വരുന്നില്ല. കാരണം ഏകദേശം 5 വർഷമൊന്നും ഗൾഫിലോട്ട് തിരിച്ച് വരാൻ പറ്റാത്ത എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഒന്ന് അയാൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ശേഷം അങ്ങോട്ട് പോയത്. ആ ട്രാൻസ്പ്ലാന്റ് റിസൾട്ട് അറ്റർ ഫെയിലാണ്. അയാൾക്ക് തിരിച്ച് വരാനും മനസ്സ് വരുന്നില്ല. തിരിച്ച് അയാളുടെ ഈ വീടിന് ആധാരം പണയം വെച്ചിട്ട് അയാൾ പോയ സ്ഥലത്തിന് ആധാരം, അപ്പം അത് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. ആൻഡ് ക്ലിനിക്കിനെ ബന്ധപ്പെടുമ്പോൾ ആ സർജറി ചെയ്തത് ആ ക്ലിനിക്കിൻ്റെ ഓണറായ ഡോക്ടറാണ്. ആ ക്ലിനിക്ക് പറയുന്ന ആ ഡോക്ടറെ ഞങ്ങൾ പുറത്താക്കിയെന്നാണ്. കോമഡി മനസ്സിലായി. അത് വലിയൊരു സെലിബ്രിറ്റി സർജറി എന്ന് അവകാശപ്പെടുന്ന ഡോക്ടറാണ്. ആ പേഷ്യൻറ്റിനോട് ഒരുപാട് പ്രാവശ്യം എന്നോട് പറയും നിങ്ങളൊരു വീഡിയോ ചെയ്യണം, അവർ ഞാൻ ഫുൾ പറയാൻ റെഡിയാണ്. പക്ഷേ ഞാൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ചെയ്യാത്തത്. ഇത് കേൾക്കുമ്പോൾ വളരെ വിഷമമാണ്. ഇങ്ങനത്തെ കുറേ കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ, പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ ചാടാതെ നോക്കണം, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ഐ വിൽ കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ വെരി സൂൺ. ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിന്, ഫേസ്ബുക്ക് പേജിന് ഫോളോ ചെയ്യുക. ബൈ.